എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയച്ചു, അതിലൂടെ നിങ്ങൾക്കൊരു വീട് കിട്ടി, അർഹതപ്പെട്ട ആളെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിലും വേറെ സന്തോഷം എനിക്കില്ല. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീടില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ₹1 പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ വീട് വെച്ച് തരാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ജോബ് വേക്കൻസി അല്ലെങ്കിൽ ജോലി ഒഴിവ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. ഇതിപ്പോൾ ഞാനീ പറയുന്നത് എവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ അല്ല, ഞാനല്ല, ഒരു ട്രസ്റ്റ് ഉണ്ട്, ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട്. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ ഹസ്ബൻഡ് സനീഷേട്ടൻ. നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ട്രസ്റ്റിലെ അംഗമാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു ട്രസ്റ്റാണ് പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് 2.5 വർഷം ആണ് ആയിട്ടുള്ളത്. ഈ 2.5 വർഷത്തിനിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു വീട്, പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് വച്ച് നൽകി, അതിൻ്റെ താക്കോൽദാനം കഴിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവർ 2ാമത്തെ വീട് പണിത് കൊടുക്കാൻ പോവാണ്. അതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ ഇതുവരെ നമ്മൾ അതിനുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ടില്ല. വീട് വച്ചു കൊടുക്കാൻ അർഹരായ വ്യക്തിനെ ഇതുവരെ ആ ട്രസ്റ്റിന് കിട്ടിയിട്ടില്ല. ഇന്നലെയും പോയി ഒരുപാട് നമുക്ക് കിട്ടിയ അപേക്ഷകളൊക്കെ സ്വീകരിച്ച് അത് ചെക്ക് ചെയ്ത് പോയി ഒരുപാട് വീടുകൾ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രസ്റ്റ് വച്ച് നൽകുന്ന വീട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത്രയും അർഹതയുള്ളവരായിരിക്കണം. നമ്മുടെ പേരിൽ കുറേ സ്വത്തും കാര്യങ്ങളും ഒന്നും ഉള്ളവരാവരുത്, പാവപ്പെട്ടവരായിരിക്കണം. നമ്മളൊരു വീട് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുമ്പോഴാണ് അതിലൊരു നന്മ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഗുണം ഉണ്ടാവുള്ളൂ, കിട്ടുന്നവർക്ക് അതിനൊരു വില കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഈ ഒരു കാര്യം കൊടുക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര്, വെട്ടുകാട്, മണ്ണുത്തി, മാന്നാമംഗലം ഈ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യം. പക്ഷേ തൃശ്ശൂർ നമ്മുടെ സ്ഥലം തൃശ്ശൂർ പുത്തൂരാണ്. അപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഒരുപാട് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അതിന് സാധിക്കില്ല, എന്തെങ്കിലും പരിമിതികളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക, എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പരിചയത്തിലുള്ള ആളുകൾ ഒക്കെ ഇങ്ങനെ വീട് ആഗ്രഹിച്ച് നടക്കുന്നവർ, അതേപോലെ ഫിനാൻഷ്യലി ഒരുപാട് ബാക്കോട്ട് നിൽക്കുന്നവർ, നമ്മുടെ ഈ ഒരു പദ്ധതി, ഈ ഒരു വീട് എന്ന ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാൻ അർഹതയുള്ളവരാണെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികളൊക്കെ സ്കൂളില്ല, അപ്പോൾ 2 ആളും വീട്ടിലാണ്. അപ്പോൾ അവർ തിരക്കും, വീട് പണിയുടെ തിരക്കും എല്ലാം കൂടി ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയച്ചു, അതിലൂടെ നിങ്ങൾക്കൊരു വീട് കിട്ടി, അർഹതപ്പെട്ട ആളെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിലും വേറെ സന്തോഷം എനിക്കില്ല. എനിക്കും ഹസ്ബൻഡിനും ഞങ്ങൾക്ക് 2 പേർക്കും അതാണ് അങ്ങനെ സന്തോഷം കിട്ടുകയാണെങ്കിൽ. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക്, സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ കാര്യം ഒരു ഹെൽപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ആരെങ്കിലും അർഹരായവരുണ്ട്, നിങ്ങളുടെ പരിചയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാൻ ശ്രമിക്കുക. താങ്ക്